പ്യുർ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിലുള്ള റണ്ണിങ് ഫാബ്രിക്, ജുവാത്തയിൽ നിന്നുള്ള കോട്ടൺ റണ്ണിങ് ഫാബ്രിക് ആണ്. ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ്. 189 റുപ്പീസ് ആണ് ഒരു മീറ്ററിന് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്. 44 ഇഞ്ച് വിട്ടിലുള്ള ഫാബ്രിക്. ഹാൻഡ് ബ്ലോക്ക് ആയതുകൊണ്ട് ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ ഗാർഡ് യൂസ് ചെയ്യുക. ഒരു കാര്യം ഒന്ന് ഓർപ്പിക്കട്ടെ, നമ്മൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ കുറെ നാളായിട്ട് ഇത് ചെയ്യുന്നതാണ്. നമ്മൾ കട്ട് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ റിട്ടേൺ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. മാക്സിമം നമ്മൾ ഇതിനകത്ത് കംപ്ലൈന്റ് ഉണ്ടോ എന്നൊക്കെ നോക്കി ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ ഇവിടുന്നത് കൊറിയർ ചെയ്യാറുള്ളത്. ഈ ഐറ്റം കയ്യിൽ കിട്ടിയതിന് ശേഷം എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് റിട്ടേൺ ചെയ്താൽ അത് പോസിബിൾ അല്ല. കാരണം നമ്മൾ കട്ട് ചെയ്യണ മെറ്റീരിയൽ നമുക്ക് ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്താലും അറിയാം, കട്ട് ചെയ്ത് വാങ്ങിക്കണ ഫാബ്രിക് ആരും തന്നെ റിട്ടേൺ ചെയ്യാറില്ല, ജെന്യൂൻ ആയിട്ടുള്ളൊരു റീസൺ ഇല്ലെങ്കിൽ. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ആ കാര്യം പറയുന്നത്. കുറേ ഫാബ്രിക് ഈ അടുത്തൊരു 1-2 കസ്റ്റമേഴ്സ് ചെയ്തതാണ്. കുറേ ഫാബ്രിക് അവരങ്ങ് ഓർഡർ ചെയ്തു, വാങ്ങിച്ചു, അവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള റീസണിൽ അവരത് റിട്ടേൺ ചെയ്യാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാനിതൊന്ന് ഓർമ്മിപ്പിക്കുന്നത്. നമുക്ക് ഒരുപാട് നമ്മളെ ഇഷ്ടപ്പെടുന്ന, നമ്മളുടെ അടുത്ത് സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പൊ ആദ്യമായിട്ട് വാങ്ങിക്കണം അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, വളരെ ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഓർഡർ പ്ലേസ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ജെന്യൂൻ ആയിട്ടുള്ള റീസൺ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളിത് റിട്ടേൺ ആക്സെപ്റ്റ് ചെയ്തിട്ട് അവരുടെ എമൗണ്ട് റീഫണ്ട് ചെയ്യാറുള്ളൂ. അതല്ലെങ്കിൽ ഇപ്പോൾ റെഡിമെയ്ഡ് വാങ്ങിക്കുകയാണെങ്കിൽ അവർക്ക് സൈസ് ഓക്കെ അല്ല, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിലും നമ്മൾ റിട്ടേൺ ചെയ്ത് അവരുടെ ആ എമൗണ്ട് എത്രയാണെങ്കിൽ അത് റീഫണ്ട് ചെയ്യാറുണ്ട്. അതല്ലാതെ കുറേ ഐറ്റം ഒരു ഡിസൈൻ്റെ തന്നെ അല്ലെങ്കിൽ 2-3 വീഡിയോയിൽ നിന്നുള്ള കുറേ ഐറ്റം വാങ്ങിച്ച് കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ട് റിട്ടേൺ ചെയ്യാൻ പറഞ്ഞാൽ അത് പോസിബിൾ അല്ല കേട്ടോ. അപ്പോൾ അതൊന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ കളർ വേരിയേഷനും കൂടെ ഒന്ന് മനസ്സിൽ വെക്കണം. ചെറിയൊരു കളർ വേരിയേഷൻ വരാം. മാക്സിമം ഇതിന്റെ ഒറിജിനൽ കളർ എടുക്കാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. എങ്കിലും എല്ലാവരുടെയും ഡിവൈസിന്റെ സെറ്റിംഗ്സ് ഒരുപോലെ ആയിരിക്കണമെന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ഒരു കളർ വേരിയേഷൻ മനസ്സിലൊന്ന് വെച്ചിട്ട് വേണം പർച്ചേസ് ചെയ്യാനായിട്ട്. ഇത് പ്യുർ ഹാൻഡ് ബ്ലോക്ക് ആയതുകൊണ്ട് ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ ഗാർഡ് ഒന്ന് യൂസ് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ബ്ലാക്കിനകത്തേക്ക് കുറച്ചധികം സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന പോലത്തെ ഒരു ഡിസൈൻ ആണ്. ഇതിനകത്തൊരു ബേർഡിന്റെ പ്രിന്റും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഇങ്ങനെ ഇരിക്കുക. ഈ ഹോട്ട് സീസണിലൊക്കെ വളരെ കംഫർട്ടായിട്ട് വെയർ ചെയ്യാവുന്ന ഒരു ഫാബ്രിക് ആണ്. അതുപോലെ തന്നെ സെയിം തന്നെയാണ്. ഇപ്പൊ നമ്മളൊരു ബ്രിക്ക് റെഡ് കളറിലേക്ക് വരുന്നത്. അപ്പൊ അതേ ഇങ്ങനെ ഇരിക്കും ഇത് നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ. ഈ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് മാത്രം വെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ നല്ലൊരു എന്താ പറയുക ചോയ്സ് ആണ് ഇപ്പൊ നമ്മൾ ഈ കാണിക്കുന്നതെല്ലാം. ഇപ്പോഴത്തെ ഈ ചൂട്ടത്ത് നമുക്ക് എന്താ പറയുന്നത്, കംഫർട്ടായിട്ട് വെയർ ചെയ്യാവുന്ന സ്റ്റൈലിലുള്ള ഫാബ്രിക് ആണ്. 189 രൂപ ഒരു മീറ്ററിന്. പർച്ചേസ് ചെയ്യാനായിട്ട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക.